ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോം വാലിഡേഷൻ ഫോർവേഡിംഗ് മോർണിംഗ് വാസ് റിട്ടൺ ബൈ ജോൺഡൺ. നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ കാനോണൈസേഷൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ചോസർ ടു എലിസബത്തൻ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രൊത്തലാമിയൻ്റെയും അതുപോലെ തന്നെ കാനോണൈസേഷൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വിടുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നോട്ട്സിൽ എന്തെങ്കിലും ഫെർദർ ആയിട്ട് അഡീഷണൽ നോട്ട്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് ഇന്നത്തെ നോട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ പോയത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ മെറ്റാഫിസിക്കൽ പോം. അപ്പോൾ നമ്മുടെ പോയറ്റ് ഒരു മെറ്റാഫിസിക്കൽ പോയറ്റാണ്. അപ്പോൾ ഇതെന്താ ഒരു മെറ്റാഫിസിക്കൽ പോമാണ്. ദെൻ ഇറ്റ് വാസ് റിട്ടൺ ആസ് എ ഫെയർവെൽ ടു ഹിസ് വൈഫ് ആൻഡ് ബിഫോർ ഹിസ് ജേർണി ടു ഫ്രാൻസ്. അപ്പോൾ അദ്ദേഹം ഫ്രാൻസിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ഫെയർവെൽ പോലെ എഴുതിയിട്ടുള്ള ഒരു പോമാണിത്. ദെൻ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1633 പോസ്റ്റ്മസ്ലി എന്ന് വെച്ചാൽ എന്താ മരണാനന്തരം, അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഈ പോം പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ തീംസ് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് ആൻഡ് അൺചേഞ്ചിങ് എറ്റേണൽ. ലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാത്തതും അത് അനശ്വരമായ ഒന്നാണെന്ന് പറയുന്നുണ്ട്. ദെൻ ഫിസിക്കൽ സെപ്പറേഷൻ, ഫിസിക്കൽ ബോണ്ടിങ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ബോണ്ടിങ്ങിനെക്കാട്ടിയും സ്പിരിച്വൽ ബോണ്ടിങ് ആണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം പോവുകയാണല്ലോ, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന സമയത്ത് പോലും അദ്ദേഹം പറയുന്നുണ്ട് ഈവൻ എത്ര ഡിസ്റ്റൻസിലോട്ട് അദ്ദേഹം പോയിട്ടുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു പ്രണയത്തിന് ഒരു കോട്ടവും അല്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല, അല്ലെങ്കിൽ അത് പ്രണയം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ ബ്രേക്കായി പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ പിന്നെ ഇതിൽ അദ്ദേഹം ഒത്തിരി മെറ്റാഫിസിക്കൽ കൺസീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എക്സ്റ്റെൻഡഡ് കമ്പാരിസൺ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സാമ്യം തോന്നാത്ത രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് കമ്പാരിസൺ നടത്തുക. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പസ് വെച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അവരുടെ പ്രണയം ഒരു കോമ്പസ് പോലെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബീറ്റൻ ഗോൾഡ് പോലെയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോട്ടത്തിൽ നോക്കുമ്പോൾ കോമ്പസ് വെച്ചിട്ട് എങ്ങനെ ഒരു പ്രണയത്തിനെ കമ്പയർ ചെയ്യാൻ പറ്റിയാൽ ഒരിക്കലും ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം അത് പറയുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ അത് ഡീപ്പായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനത്തെ കുറേ കമ്പാരിസൺ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഇതിലിപ്പോൾ 3 ഇൻസ്റ്റൻസ് പറയുന്നുണ്ട്, 3 കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ വഴിയെ പറയാം. അത് ഞാൻ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഓവർവ്യൂ പോലെ പറയാനുള്ളത്. എന്താ ഒരു ഫെയർവെൽ സോങ് പോലെ എഴുതിയിട്ടുള്ളതാണ്. അവർ തമ്മിലുള്ള സ്പിരിച്വൽ ബോണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പോസ്റ്റ്മസ്ലിയാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇറ്റ് ഈസ് എ മെറ്റാഫിസിക്കൽ പോം. ഇനി അടുത്ത പോയിൻറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ദെൻ മെയിൻ ഐഡിയ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ദി പോം കംഫോർട്ട് ഡൺസ് വൈഫ് ബിഫോർ ഹി ലീവ്സ് ഓൺ എ ജേർണി അഷ്വറിങ് ഹെർ ദാറ്റ് ദെയർ ലവ് ഈസ് സ്ട്രോങ് ഇനഫ് ടു സർവൈവ് ഫിസിക്കൽ സെപ്പറേഷൻ. അവരുടെ ലവ് ഒരു ഫിസിക്കൽ സെപ്പറേഷനെ താങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കൂടി സർവൈവ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് മൈൻഡ് ചെയ്യാതെ വിടുക കേട്ടോ. ദെൻ നമുക്ക് അടുത്ത പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൺ ടെൽസ് ഹെർ വൈഫ് നോട്ട് ടു മോൺ ഹിസ് ഡിപ്പാർച്ചർ ആസ് ട്രൂ ലവ് ഈസ് സ്പിരിച്വൽ നോട്ട് ജസ്റ്റ് ഫിസിക്കൽ. അപ്പോൾ എന്താ അവരുടെ ട്രൂ ലവ് ആണ്, അതൊരിക്കലും ഫിസിക്കൽ ഒന്നുമല്ല. കാരണം ഫിസിക്കലായിട്ട് അവർ ഡിസ്റ്റൻസിലോട്ട് പോയിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ആ സ്പിരിച്വൽ ലവ് ആണുള്ളത്. അപ്പോൾ നമ്മൾ പറയും ചിലവർ ഇപ്പോഴത്തെ പ്രണയമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി അല്ലെങ്കിൽ അതിനാണ് പ്രയോറിറ്റി എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ അവരുടെ സ്പിരിച്വൽ ബോണ്ടിങ്ങിനെയാണ് നമ്മുടെ പോയിറ്റ് എടുത്ത് കാണിക്കുന്നത്. ദെൻ ഹി യൂസസ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ 3 മെറ്റാഫിസിക്കൽ കൺസീറ്റ് അല്ലെങ്കിൽ 3 കമ്പാരിസൺ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് ഡെത്ത് ഓഫ് വേർച്വസ് മാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവരുടെ പ്രണയം അല്ലെങ്കിൽ അവർ പോകുന്നത് ഒരു വേർച്വസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു പോകുന്നത് പോലെ ഒരു സൈലൻ്റ് ആയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ആസ് ഗുഡ് മാൻ ഡൈ പീസ്ഫുള്ളി ട്രൂ ലവേഴ്സ് ഷുഡ് പാർട്ട് കാംലി എന്ന് വെച്ചാൽ അദ്ദേഹം പോകുന്ന സമയത്ത് ഒരുപാട് കരഞ്ഞ് ബഹളമൊന്നും വെക്കരുത്. അതെന്താ നമ്മുടെ ഇത് ട്രൂ ലവ് ആണ്. അപ്പോൾ നമ്മൾ അത് സൈലൻ്റ് ആയിട്ട് വേണം ചെയ്യാൻ. വേർച്വസ് മാൻ ഒരു നന്മയൊക്കെ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ സൈലൻ്റ് ആയിട്ട് മരിച്ചു പോകുന്നത് പോലെ നമ്മുടെ കാര്യം സൈലൻ്റ് ആവണം എന്നാണ് പറയുന്നത്. ദെൻ നമുക്കറിയാം ഒരു ലവിനെ അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലൊരു സെപ്പറേഷൻ ഒരിക്കലും ഒരു ഡെത്തിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് മെറ്റാഫിസിക്കൽ കൺസീറ്റിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ബീയിങ് ബീറ്റൺ തീം.
അപ്പോൾ ഗോൾഡ് നമുക്കറിയാം, ഗോൾഡ് ആ മെറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്താ, എത്ര തിന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്ത് അതിനെ അടിച്ച് പരത്തിയെടുക്കാം. പക്ഷേ അതെന്താ, ബ്രേക്കായി പോയില്ല, അത്രയും സ്ട്രോങ് ആവും. അതുപോലെയാണ് അവരുടെ പ്രണയം എന്ന് വെച്ചാൽ എന്താ, എത്ര ഡിസ്റ്റൻറ്റിലോട്ട് അല്ലെങ്കിൽ എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അകന്ന് നിൽക്കാം, പക്ഷേ ആ ഒരു ബോണ്ട് ബ്രേക്കായി പോയില്ല. ഗോൾഡ് പോലെ സ്ട്രോങ് ആണ്. ദെൻ കോമ്പസ് വെച്ചിട്ടുള്ള കമ്പാരിസണാണ്. അത് നമുക്കറിയാം, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു 2 ലെഗ് ഉണ്ടാവുമല്ലോ, ഒന്ന് നമ്മൾ സെൻറ്റർ പാർട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ അതിന് ചുറ്റും സർക്കിൾ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയല്ല നമ്മൾ സർക്കിൾ വരയ്ക്കുക. അതുപോലെ ആ ഫിക്സായി കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെയും ആ റോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ട് അദ്ദേഹത്തിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ, അദ്ദേഹത്തിൻ്റെ വൈഫ് ഫിക്സായി കിടക്കുന്നുണ്ട്, അദ്ദേഹം ഫ്രാൻസിലോട്ട് പോവുകയാണെന്നുണ്ടല്ലോ. പക്ഷേ എന്താ, ആ ഒരു എന്താ പറയുക, ബോണ്ട് വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ എത്ര ദൂരത്തോട്ട് പോയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് അത് ജോയിൻ്റ് ആവും. അങ്ങനെയാണ് അവരുടെ ഒരു റിലേഷൻ എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. 1 leg stay fixed his wife while the other moves but always returned. അതെന്തായാലും ജോയിൻ്റ് ആയിട്ട് വരും. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ജോയിൻ്റ് ആക്കി വെക്കില്ല, അതന്നെ സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഓവർവ്യൂ പറഞ്ഞു. ഇനി നമുക്ക് സ്റ്റാൻസ വൈസായിട്ട് ജസ്റ്റ് കീ പോയിൻറ്റ്സ് മാത്രം, സമ്മറി ഇല്ല അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല കേട്ടോ. ഡൺ കമ്പയേഴ്സ് ദി സെപ്പറേഷൻ ഓഫ് ലവേഴ്സ് ടു ദി പീസ്ഫുൾ ഡെത്ത് ഓഫ് വെർച്വസ് മാൻ. ജസ്റ്റ് ആസ് ഗുഡ് മെൻ ഡൈ ക്വയറ്റ്ലി വിത്തൗട്ട് ഫിയർ, ട്രൂ ലവേഴ്സ് ഷുഡ് പാർട്ട് വിത്തൗട്ട് ലൗഡ് സോറോ. അപ്പോൾ എന്താ പറയുന്നത്, സ്റ്റാൻസ 1 and 2 പറയുന്നത് അവരുടെ പ്രണയത്തിന് ഒരു വെർച്വസ് മാൻ്റെ ഡെത്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു വെർച്വസ് മാൻ സൈലൻ്റ് ആയിട്ട് മരിച്ചു പോകുന്നത് പോലെ അവരും സൈലൻ്റ് ആയിട്ട് സെപ്പറേറ്റഡ് അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ലോങ് ഡിസ്റ്റൻസിലോട്ട് പോകും. അതൊരിക്കലും കരഞ്ഞ് ബഹളം വയ്ക്കരുത് എന്നൊക്കെയാണ് സിമ്പിളായിട്ട് പറയുന്നത്. അത് എപ്പോഴും ക്വൈറ്റായിട്ട് നടക്കേണ്ട കാര്യമാണെന്ന്. ദെൻ സ്റ്റാൻസ 3 and 4 ഹി കോൺട്രാസ്റ്റ് ട്രൂ ലവ് വിത്ത് ഫിസിക്കൽ ലവ്. ഓർഡിനറി ലവേഴ്സ് ഹു ഡിപ്പെൻഡ് ഓൺ ഫിസിക്കൽ ക്ലോസ്നെസ് cannot be a separation, but true lovers share a deep spiritual bond that remains strong despite distance. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഓർഡിനറി ലവേഴ്സ് ഫിസിക്കൽ ബോണ്ടിങ്ങിന് അല്ലെങ്കിൽ ഫിസിക്കൽ ക്ലോസ്നെസ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം ഫിസിക്കലായിട്ട് അവർ അടുത്ത് നിൽക്കുന്ന സമയത്ത് മാത്രം അവരുടെ പ്രണയം ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഡിസ്റ്റൻറ്റിലോട്ട് പോകുകയാണെങ്കിൽ സെപ്പറേഷൻ അവർക്ക് താങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സെപ്പറേറ്റഡ് ആവുന്നതനുസരിച്ച് അവരുടെ പ്രണയം കുറഞ്ഞു പോകുന്നു എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിലുള്ളത് ഒരു സ്പിരിച്വൽ ബോണ്ട് ആയതുകൊണ്ട് തന്നെ എത്ര ഡിസ്റ്റൻറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിലും അവരുടെ പ്രണയം അതെന്നും നിലനിൽക്കും, അതിനൊരു കോട്ടവും പറ്റില്ല, അത് എറ്റേണൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള സ്റ്റാൻസയിൽ ഫസ്റ്റ് പറയുന്നത് കമ്പാരിസൺ നടത്തുന്നുണ്ട്, ഒരു വെർച്വസ് മാൻ്റെ ഡെത്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ 3 to 4 സ്റ്റാൻസയിൽ പറയുന്നത് ഓർഡിനറി മാൻ്റെ ലവേഴ്സിൻ്റെ റിലേഷൻഷിപ്പും അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പും കമ്പയർ ചെയ്ത് പറയുന്നു. അപ്പോൾ 2 പാർട്ടിലും പറയുന്ന കാര്യം സിമ്പിളാണ്. അവരുടെ ആ ഒരു യാത്ര അല്ലെങ്കിൽ പോകുന്ന സമയത്ത്, ഫെയർവെല്ലിൻ്റെ സമയത്ത് ആ ഭാര്യനെ സമാധാനിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്തായാലും ഡിസ്റ്റൻറ്റോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും അവർ സ്പിരിച്വലി അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഒരിക്കലും സെപ്പറേറ്റഡ് ആവാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനോ കഴിയില്ല എന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറയില്ലേ സ്വാഭാവികമായിട്ടും, അതുപോലെ തന്നെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസസിൽ എന്താ പറയുന്നത് നോക്കാം. ദെൻ 5 to 6 സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ഹി കമ്പയർ ദെയർ ലവ് ടു ഗോൾഡ് വിച്ച് വെൻ ബീറ്റൺ സ്ട്രെച്ചസ് തിൻ but never break. This shows that their love is flexible and unbreakable. അപ്പോൾ എന്താ, ജസ്റ്റ് ഒരു ഗോൾഡ് ബീറ്റ് ചെയ്ത് തിന്നാക്കുന്നത് പോലെ, എത്ര നേർമയുള്ള ഒരു ലൈന് പോലെ ആക്കിയാൽ അത് സ്ട്രോങ് ആണ്, അത് പൊട്ടിപ്പോവില്ല. അതുപോലെയാണ് അവരുടെ റിലേഷനും. അതൊരിക്കലും എത്ര അകന്നു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ ഒരു ലൈൻ, ആ ഒരു അവരുടെ റിലേഷൻ ബ്രേക്ക് ആവില്ല, അത് സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഡൺ യൂസസ് ദി ഫേമസ് കോമ്പസ് കൺസെപ്റ്റ് കമ്പയറിംഗ് ദയർ സോൾ ടു എ ഡ്രോയിങ് കോമ്പസ്. 1 leg stays fixed at the center while other moves away but remain connected. No matter how far he travels, he will always return, just like the compass completing a circle. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു സർക്കിൾ വരയ്ക്കുന്ന ഒരു കോമ്പസിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെഗ് അവരെ സെൻറ്റർ പാർട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ഒരു കോമ്പസ് ഒരു വൃത്തം വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മറ്റേ അടിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരുന്നാണ് സർക്കിൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രണയം എന്താണ്, എത്ര റോമിങ്, സെൻറ്റർ പാർട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ വൈഫും മറ്റേത് അദ്ദേഹവുമാണ്. അപ്പോൾ അതെന്തായാലും ഒരിക്കൽ തിരിച്ചു വരും, അത് ജോയിൻറ്റഡ് ആവും. സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ അദ്ദേഹം പോകുന്നതിൻ്റെ പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരും, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരും എന്നൊരു കമ്പാരിസൺ ഇതിൽ നടത്തുന്നുണ്ട്. അത് മെറ്റാഫിസിക്കൽ കൺസെപ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആദ്യം മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് എന്താണെന്ന് എഴുതുക. ദെൻ ഈ പോയത്തിൽ പറയുന്ന എക്സാമ്പിൾസും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഒരിക്കൽ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റാൻസ വൈസ് സമ്മറി. നമുക്കിനി എല്ലാ പോയിൻറ്സും കൂടെ എന്തൊക്കെ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മുടെ പോയം സിമ്പിളായിട്ടുള്ള പോയമാണ്, നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഇറ്റ് വാസ് എ മെറ്റാഫിസിക്കൽ പോം. ഇറ്റ് വാസ് റിട്ടൺ ബൈ ജോൺ ഡൺ. ദെൻ ഇറ്റ് വാസ് റിട്ടൺ ആസ് എ ഫെയർവെൽ ടു ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ വൈഫിനുള്ള ഒരു ഫെയർവെൽ പോലെ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരെന്താ? ആൻ മോർ. ദെൻ ബിഫോർ ഗോയിങ് ടു ജേർണി ടു ഫ്രാൻസ്, അദ്ദേഹം ഫ്രാൻസിലോട്ട് പോകുന്നതിന് മുന്നേ എഴുതിയിട്ടുള്ള ഒരു പോമാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആസ് പോസ്റ്റ്മസ്ലി. എന്താണ്? അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് ഈ പോം പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഇതിലൊരുപാട് അപ്പോൾ മെറ്റാഫിസിക്കൽ കൺസീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതെന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. ദെൻ നമുക്ക് അതിൽ ലവ് ആസ് എൻ അൺചേഞ്ചിങ് എറ്റേണൽ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാത്തതും അത് അനശ്വരമാണെന്ന് പറയുന്നുണ്ട്. സ്പിരിച്വൽ ലവ് വേഴ്സസ് ഫിസിക്കൽ ലവ് പറയുന്നുണ്ട്. ദെൻ ട്രൂ ലവ് ട്രാൻസെൻഡ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം. ട്രൂ ലവ് എന്താണ്? ഡിസ്റ്റൻസിനെയും ടൈമിനെയും ഒക്കെ ട്രാൻസെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് പറയുന്നുണ്ട്. ആൻഡ് കോൺട്രാസ്റ്റ് വിത്ത് ട്രഡീഷണൽ ലവ് പോയം ദാറ്റ് ഫോക്കസ് ഓൺ ഫിസിക്കൽ പാഷൻ. ഫിസിക്കൽ പാഷന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ലവ് പോയത്തിന് അദ്ദേഹം അതിനൊരു കോൺട്രാസ്റ്റ് എന്ന രീതിയിൽ നമുക്കിപ്പം കാണാം. ദെൻ അത്രയേ ഉള്ളൂ നമുക്ക് മെയിനായിട്ട് ഇതിൽ നോക്കുന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ആദ്യത്തെ പോവും ഇതും തമ്മിൽ കുറച്ച് കമ്പാരിസനൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ. ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതിയോ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ഉടനെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.